കാറിൽ അനാശാസ്യം നടത്തിയ ഞരമ്പൻ പുതിയ വികാരി ഉപവാസ സമരവുമായി ഇടവകക്കാർ. കാറുകുലുക്കി പാദ്രിയെ മലയാളികളാരും മറന്നിരിക്കുവാൻ ഇടയില്ല. ഓർത്തഡോക്സ് സഭയുടെ അഭിമാനഭാജനമായ കാറുകുലുക്കി പാദ്രി അഥവാ സജീവ് വർഗീസ്. കൊല്ലം കുണ്ടറ പെരുമ്പുഴ തെക്കേപ്പറവിളയിൽ സജീവ് വർഗീസ് പാദ്രിയെയാണ് 10 വർഷം മുമ്പ് ദേശീയപാതയോരത്ത് പട്ടാപ്പകൽ രാവിലെ 11:30 നങ്ങ്യാറുകുളങ്ങര ജംഗ്ഷന് തെക്കുമാറി സ്വകാര്യ പെട്രോൾ പമ്പിന് സമീപത്ത് കാർ പാർക്ക് ചെയ്തിട്ട് ശൂരനാട് വലിയവിളയിലുള്ള 22-കാരിയായ ഒരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥിനിയുമായി പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. കാറ് കിടന്ന് കുലുങ്ങുന്നത് കണ്ട് അതുവഴി പോയ കുട്ടികൾ നാട്ടുകാരോട് കാര്യം പറയുകയും അവർ വന്ന് നോക്കുമ്പോൾ പാദ്രി കൂദാശയുടെ മൂർധന്യാവസ്ഥയിലായി നിൽക്കുകയായിരുന്നു. കുപ്പായമൂരി ഫ്രണ്ട് ഗ്ലാസിൽ കട്ടനാക്കിയിട്ടിരുന്നുവെങ്കിലും ആക്രാന്തം കൊണ്ട് സൈഡ് വിൻഡോ ഓപ്പൺ ആയിരുന്നത് പോലും പാദ്രി അറിഞ്ഞില്ല. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്നും അന്നത്തെ SI ശ്രീജിത്തും സംഘവും എത്തിയാണ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് മെഡിക്കലിന് കൊണ്ടുപോയത്. അന്ന് ഉഭയകക്ഷി സമ്മതത്തോടെയാണെങ്കിലും പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമായിരുന്നു. 100 കണക്കിന് പേരായിരുന്നു അന്ന് പാദ്രിയുടെ അറസ്റ്റ് അറിഞ്ഞ് സ്റ്റേഷനിൽ തടിച്ചുകൂടിയത്. അന്ന് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ഇത് വാർത്തയായിരുന്നു. പെൺകുട്ടിയെ വിവാഹ കൂദാശയ്ക്ക് മുമ്പുള്ള ഒരുക്ക ശുശ്രൂഷ നടത്തി ആശീർവദിക്കുകയായിരുന്നു എന്നാണ് പോലീസിനോട് പാദ്രി പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത്. ആലപ്പുഴ കരിയിലക്കുളങ്ങരയിൽ വൈദികനെ 22-കാരിയായ യുവതിക്കൊപ്പം അനാശാസ്യത്തിന് പിടികൂടി. ഇന്ന് രാവിലെ നങ്ങ്യാറുകുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാറിനുള്ളിൽ വെച്ച് ഇരുവരെയും കണ്ട നാട്ടുകാരാണ് സംഭവം പോലീസിൽ അറിയിച്ചത്. കുണ്ടറ സ്വദേശിയായ വൈദികൻ ശൂരനാട് പോരുവഴി പള്ളിയിലെ വികാരിയാണ്. ഇതേ ഇടവകയിലെ അംഗമാണ് യുവതി. പെരുമ്പുഴ സെയിന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ വികാരിയായിരുന്ന ഇദ്ദേഹത്തിന് ഇടവക മാറ്റം കിട്ടിയപ്പോൾ പോകുന്നതിന് മുമ്പായിയാണ് ഇദ്ദേഹം ആ ഇടവകയിലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കാറിനുള്ളിൽ വെച്ച് ദേശീയപാതയോരത്ത് വെച്ച് കൂദാശിച്ചത്. 2 പെൺകുട്ടികളുടെ പിതാവാണ് ഈ പാദ്രി. പാദ്രിയുടെ പെൺകുട്ടികൾക്ക് ഇന്ന് ഏതാണ്ട് ആ പ്രായം വരും. അന്ന് കേസ് ഒരുവിധം ഒതുക്കി തീർത്തു. സഭ ഈ വ്യഭിചാരി പാദ്രിയെ കുപ്പായം ഊരിപ്പിച്ചില്ല. പകരം പച്ചയായ മേച്ചിൽപ്പുറത്തേക്ക് സ്വച്ഛമായി നീന്തിത്തൊടിക്കുവാൻ മുംബൈയിലേക്ക് ഒരു വലിയ പള്ളി നൽകി. ഒരു പെട്ടി നിറച്ച് പ്ലാസ്റ്റിക് കവർ നൽകി സഭാധ്യക്ഷൻ റൂഷ്മ വരച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ഓർത്തഡോക്സ് സഭയിൽ ഷണ്ടിങ് സർവീസിനിടയിൽ പിടിക്കപ്പെടുന്ന പാദ്രിമാരെ സുഖവാസത്തിന് അയക്കുന്ന ഭദ്രാസനമാണ് മുംബൈ ഭദ്രാസനം. കൂദാശയും വിഷമറക്കലും ഒരുമിച്ച് നടത്തുവാനുള്ള സൗകര്യം കണക്കിലെടുത്തും ചൂടുകൂടിയ പാദ്രിമാർക്ക് റേഡിയേറ്റർ തണുപ്പിക്കുവാനുള്ള ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ പരിഗണിച്ചുമാണ് അവിടേക്ക് അയക്കുന്നത്. 2 മാസത്തിന് മുമ്പ് മുംബൈ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ കൂറിലോസിന്റെ ഒരു കത്ത് കിട്ടുന്നു. ജൂൺ 1 മുതൽ ഡിസ്ഗ്രേസ് കാറുകുലുക്കി സജീവ് വർഗീസിനെ ആ പള്ളിയുടെ വികാരിയായി നിയമിച്ചിരിക്കുന്നു എന്ന്. ഏതാണ്ട് 500ഓളം ഇടവകക്കാരും സ്വന്തമായി ഒരു വലിയ സ്കൂളുമൊക്കെയുള്ള നല്ല വരുമാനമുള്ള ഒരു പള്ളിയാണിത്. വണ്ടികുലുക്കി പാദ്രിക്ക് ഇനി വരുമാനം നന്നായി ആവശ്യമുള്ളത് പരിഗണിച്ചാണ് മെത്രാൻ ഈ ഇടവകയിലേക്ക് പാദ്രിയെ അയച്ചത്. എന്നാൽ ഈ പാദ്രിയെ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കാണിച്ച് ഇടവകക്കാർ ഒപ്പിട്ട് ഒരു നീണ്ട കത്ത് ഇടവക മെത്രാപ്പൊലീത്തയ്ക്കും കാതോലിക്കും കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വണ്ടികുലുക്കി പാദ്രിയെ ആ ഇടവകയിൽ നിയമിക്കും എന്ന വാശിയിലുമാണ് മെത്രാൻ. വണ്ടികുലുക്കി പാദ്രി നാളെ ചുമതല ഏറ്റെടുക്കുവാൻ വന്നാൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ഇരിക്കുമെന്ന് കാണിച്ച് ആ ഇടവകാംഗം എബ്രഹാം തോമസ് മലാട് വെസ്റ്റ് സീനിയർ പോലീസ് ഇൻസ്പെക്ടർക്കും മെത്രാനും കാതോലിക്കും പരാതി നൽകിയിരിക്കുകയാണ്. ഈ എസന്മാർഗിയായ പാദ്രി വരുന്ന തങ്ങളുടെ ഇടവക പള്ളിയും സ്കൂളും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാരത്തിന് തയ്യാറായി നിൽക്കുന്ന എബ്രഹാം തോമസ് ITV ന്യൂസുമായി സംസാരിക്കുന്നത് കേൾക്കുക. ഞാൻ എബ്രഹാം തോമസ്. ഞാൻ മലാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഒരു മെമ്പറാണ്. നാട്ടിലെ ചെങ്ങന്നൂരാണ് എൻ്റെ വീട്. ഞാൻ കഴിഞ്ഞ 93 മുതൽ ഇവിടുത്തെ കമ്മിറ്റി മെമ്പറും പല പോസ്റ്റിൽ ചെയ്യുന്നതാണ്. സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി മലാട്, മുംബൈ മലാട്. ഇപ്പൊ എന്താ അവിടെ പ്രശ്നം? അവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരു 2-3 മാസം മുമ്പേ ഞങ്ങൾക്കൊരു ന്യൂസ് കിട്ടി. ആ കരിയിലക്കുളങ്ങര വണ്ടി കുലിക്ക അച്ഛനാണ് ഇങ്ങോട്ട് വരുന്നത്. 22 വയസ്സുള്ള ഒരു പെണ്ണിനെ നാഷണൽ ഹൈവേയിൽ വെച്ച് പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് നോക്കുമ്പോൾ അതിനകത്തില് അനാശാസ്ത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൈവേ കാറിനുള്ളിൽ അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് പുള്ളിക്കാരൻ കുപ്പായ ഊരി മുഖത്ത് ഇട്ടുകൊണ്ടാണ് പുള്ളി പോകുന്നത്. അങ്ങനെയുള്ള ഒരു അച്ഛനെ ഈ സഭയ്ക്കും ഈ വിശ്വാസ പ്രമാണവും എല്ലാം തെറ്റിച്ച ഒരു അച്ഛൻ, 10 കൽപ്പന തെറ്റിച്ച ഒരു അച്ഛനെ ഞങ്ങൾക്ക് വേണ്ട എന്ന രീതിയിൽ ഞങ്ങള് ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഒരു 71 പേര് സൈൻ ചെയ്തൊരു ലെറ്റർ അച്ഛനയച്ചു, തിരുമേനിക്ക് അയച്ചു. തിരുമേനി ഒന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ വിടും,
അവരെന്താ ചെയ്യുന്നതെന്നുള്ള ആ ഒരു രീതിയിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ 15-ാം തീയതി ഇപ്പം ഒരു രക്ഷയില്ല. അപ്പൊ പിന്നെ നിരാഹാര സത്യാഗ്രഹത്തിന് വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ വേണ്ടി ഞാനൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. പള്ളിക്കും കൊടുത്തു, ഭദ്രാസന സെക്രട്ടറിക്കും അയച്ചു കൊടുത്തു. ഞങ്ങളുടെ മലാട് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലാണ് വരുന്നത്. മലാട് വെസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലാണ് ഈ പള്ളി നിൽക്കുന്നത്. അതുകൊണ്ട് മലാട് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കൊടുത്തു. ഇവിടുത്തെ CP-ക്ക് ഞാൻ അതിന്റെ കംപ്ലൈന്റ് കോപ്പി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ഇമെയിലായി. ഇന്ന് ഭദ്രാസന സെക്രട്ടറി മനോജ് അച്ഛനും പിന്നെ അച്ഛന്മാരുടെ സെക്രട്ടറി ആയിട്ടുള്ള ജോഷു അച്ഛനും ഇപ്പം ഒരു 10 മിനിറ്റ് മുമ്പ് എനിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മീറ്റിങ്ങിന്. ഒരു 1-2 മണിക്കൂർ മീറ്റിംഗ് നടന്നു. അപ്പൊ അവരുടെ ഉദ്ദേശം ഞങ്ങൾ ഇത് പിൻവാങ്ങുക എന്നുള്ളതാണ്, പിൻവലിക്കുക. അപ്പൊ ഞാനുണ്ടായിരുന്നു, ഈശോ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പള്ളിയിൽ ഒരു സീനിയർ മെമ്പറുണ്ട്, ഞങ്ങൾ രണ്ടുപേരായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന് പിന്മാറാൻ തയ്യാറല്ല. അഥവാ തിരുമേനി ഇപ്പം 7-ാം തീയതി വരത്തുള്ളൂ, 8-ാം തീയതി വരത്തുള്ളൂ. അപ്പൊ തിരുമേനി വരുന്ന വരെ ഈ അച്ഛനെ ഇങ്ങോട്ട് വിടാതിരുന്നാൽ മതി, ഞാൻ നിരാഹാര സത്യാഗ്രഹം ഇരിക്കത്തില്ല. അദ്ദേഹം നാളെ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ നാളെ 11 മണിക്ക് തന്നെ നിന്റെ നിരാഹാര സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പ്രാക്ടിക്കലായിട്ടുള്ള സംഭവമാണ്. ഞങ്ങൾക്കൊരു 2000 പിള്ളേർ പഠിക്കുന്ന സ്കൂളുകളാണ്, ഒരു ഹൈസ്കൂളുകളാണ്. ഈ സ്കൂളിന്റെ ഓഫീസാണ് ഈ അച്ഛന്മാരുടെ ഓഫീസായിട്ട് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ആർക്കെങ്കിലും നമ്മുടെ പള്ളിയെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ പോലും ഈ അച്ഛൻ നടന്നു പോകുമ്പോൾ അച്ഛൻ്റെ ദേഹത്ത് മുട്ടിയിട്ടൊരു കംപ്ലൈന്റ് കൊടുത്താൽ പോലും ഈ പള്ളി ഇവിടെ നിന്ന് കത്തും. കാരണം ഇവിടെ അച്ഛനറിയാലോ ഇപ്പം BJP ഭരിക്കുന്നതെന്നും ഇവിടെ അവരുടെ എത്ര സ്ട്രോങ് ആണെന്നുള്ളത്. ആളുടെ ഈ സ്കൂളിൽ ഇതിനപ്പുറം ചെയ്താൽ അവർ ആരും ഒരിക്കലും നോ പറയത്തില്ല. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നം ഉണ്ടാകും. ഈ 1-2 കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇപ്പം തിരുമേനിയുടെ ഭാഗം അദ്ദേഹത്തിന്റെ മോള് ഡോക്ടർ പഠിക്കുക, പൈസയ്ക്ക് ആവശ്യമുണ്ട്. ഈ പണിയല്ല, വേറെ പണിക്ക് പോകല്ലോ, പൈസയ്ക്ക് ആവശ്യം. കത്തനാട് മോള് എവിടെയോ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണെന്നോ ഡോക്ടറാകാൻ വേണ്ടി. അതുകൊണ്ട് പുള്ളിക്കാരന് പൈസ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പുള്ളി വരുന്നത്. അദ്ദേഹത്തിന് ആദ്യം ഇവര് ബെർലിനിലോ എവിടോ വെളിയിലാണ് വിടാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ ഇവിടുത്തെ സീനിയർ അച്ഛന്മാർ എതിർത്തു. അന്നേരം അത് നിർത്തി. ഇതിനു മുമ്പേ ഇദ്ദേഹത്തിനെ ഇവിടുത്തെ മഹിളാ സമാജത്തിന്റെ ഹെഡാക്കാൻ നോക്കിയായിരുന്നു 2-3 വർഷം മുമ്പ്. അന്നേരം ഇവിടുത്തെ അച്ഛന്മാർ എതിർത്തു, അത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അല്ലെ ഇങ്ങനെയുള്ള ഈ അച്ഛന്മാർ ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന് ഒരാളിനെ പറ്റി സാറിന് അറിയാമായിരിക്കും, ഒരു തോമസ് മ്യാലിൽ എന്ന ഒരു മനുഷ്യൻ. അയാള് ഇവിടുന്ന് പെണ്ണുങ്ങളെ രാത്രി ഫോൺ ചെയ്യുന്ന പരിപാടിയായിരുന്നു. അവസാനം അയാളെ ഇവിടുന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ മാറ്റിയിട്ട് അയാൾ 2 പള്ളി ഓരോ വർഷം പോലും തയ്ക്കുന്നില്ല. അതിന് മുമ്പ് അവിടുന്ന് ഈ സെയിം പ്രശ്നത്തിൽ അവരെ ഓടിച്ചു. പുള്ളിക്കാരനെ അവസാനം ഇവിടെ നാസിക്കിൽ ഇവിടെ പറഞ്ഞു വിട്ടിരിക്കുക. ഇത് ഞങ്ങളുടെ എനിക്ക് തിരുമേനിക്ക് എന്തോ പങ്കുകച്ചവടം ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഇങ്ങനെയുള്ള കുറെ അച്ഛന്മാരെ ഉള്ള തിരുമേനിക്ക് ഇവരോട് എന്തോ പങ്കുകച്ചവടമുള്ള മാതിരി എനിക്ക് തോന്നുന്നു. ഇതിനിടയ്ക്ക് മുമ്പ് ഇവർ ഈ 5 പേരുണ്ടല്ലോ, നമ്മുടെ പാഞ്ചാലിയുടെ 5 എണ്ണം, ഈ ഇവന്മാരെ ഇങ്ങോട്ട് എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ അന്ന് 1-2 അച്ഛന്മാരെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ അവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ അതായിരിക്കും എന്നെ ഭരിക്കാൻ. അപ്പം ഇവർക്കെല്ലാം പറയാനുള്ള സംബന്ധം അറിയോ? സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ടല്ലോ, ഏതാ 18 വയസ്സ് കഴിഞ്ഞ പെണ്ണിനും 21 ആണിനും എവിടെയും പോയി കിടക്കാവുന്നേ. അത് വെച്ചാൽ ഇവന്മാരിപ്പോ കളിക്കുന്നത് കത്തനാരന്മാർ. അമ്മക്കറി എന്ത് ചെയ്താലും അവർക്ക് ഇതിനകത്ത് രക്ഷപ്പെടാമല്ലോ, കാരണം പെണ്ണുങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വരുന്നതല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള പീഡനവീരന്മാരെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണോ? അത്ര ശരിയായ രീതിയല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ അജിറ്റേഷനായിട്ട് മുന്നോട്ട് പോകാൻ വിചാരിച്ചത്. ഇടവലെ ജനങ്ങൾ അറിയാലോ തിരുമേനിയാണല്ലോ എന്ന് പറഞ്ഞാൽ അവർ മിണ്ടാതിരിക്കുക. പക്ഷെ അവരെന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ എല്ലാവരുടെയും മനസ്സുകൊണ്ട് എല്ലാ ഇതും പല അച്ഛന്മാരും പലയിടത്തും ഫോൺ ചെയ്തതിനാ പറഞ്ഞു, ഞങ്ങളെല്ലാം മനസ്സുകൊണ്ടും പ്രാർത്ഥന, മോൻചനോട് പ്രാർത്ഥന ഉണ്ടാവുന്നു, ഏബ്രാമിനോട് പ്രാർത്ഥന ഉണ്ടാവുന്ന അവർ പറഞ്ഞേക്കും. നാളെ 11 മണിക്ക് ഞാൻ നിരാഹാര സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളുടെ പള്ളിയുടെ അവിടെ താഴെ ഒരു സ്റ്റേജ് ഉണ്ട്, അതിൽ ഞാൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങാനാണ്. അത് എന്ന് ഞാൻ താഴെ വീഴുന്ന അന്ന് വരെ തുടങ്ങും. ഫുൾ സപ്പോർട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു. ഇന്നും ഈ മനോജൻ പറഞ്ഞ അവിടുന്ന് വന്ന സെക്രട്ടറി അച്ഛനോടും പറഞ്ഞു, ഇത് ഞങ്ങൾ 71 പേര് ഇവിടുന്ന് സൈൻ ചെയ്ത് തന്നപ്പോൾ തന്നെ മെത്രാൻ കൊടുത്തിട്ട് 2-3 മാസമായി. ഈ കൽപ്പന പ്രവർത്തിക്കുന്നതിന് മുമ്പേ കൊടുത്തതാ. അതൊന്നും അവർക്ക് പ്രശ്നമില്ലെന്നേ. കാരണം ഇവർക്കൊക്കെ പങ്ക് കിട്ടുന്നതല്ലേന്നേ. ഇത് പങ്ക് കച്ചവടമാ, അല്ലാതെ വേറെ ഒന്നും അല്ല. അതിന്റെയാണ് തിരുമേനിക്ക് അതിന്റെ പങ്ക് കിട്ടും. അതുകൊണ്ടല്ലെന്നുണ്ട് ഇത്രയും ഏറ്റവും വലിയ സീനിയോറിറ്റിയുള്ള പള്ളിയിലോട്ട് ഇന്നലെ വന്നൊരു അച്ഛനെ 5-8 വർഷം മുമ്പ് വന്നൊരു അച്ഛനെ പൊക്കെടുത്തിഞ്ഞിട്ട് വിടുക, പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അയാളുടെ മോള് പഠിക്കുകയാണ്, അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. പാതിരി പാമ്പുകൾക്ക് നൈറ്റ് ഇട്ടാലും വികാരമടക്കുവാൻ പറ്റില്ല എന്നറിയാം. ഇദ്ദേഹത്തിനെതിരെ ഞങ്ങൾ വാർത്ത കൊടുക്കുവാൻ കാരണം ഈ പാതിരയ്ക്ക് അത്ര അടക്കാൻ പറ്റില്ലായിരുന്നുവെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. പെരുവഴിയിൽ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഇപ്രകാരം നശിപ്പിക്കണമായിരുന്നു. 50 രൂപ മുടക്കി ഒരു ലോഡ്ജ് എടുത്ത് കൂതാശ നടത്തുവാൻ പോലും പിശുക്ക് കാട്ടിയ ഈ പാതിരി പാമ്പിനോടാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദേഷ്യം. ഇതെല്ലാം കാട്ടിക്കൂട്ടിയ ഇവനാണ് പുരോഹിതനായി ഞായറാഴ്ച നിന്ന് ചവിട്ടു കുർബാന നടത്തുന്നത്, അനുഗ്രഹം കൊടുക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ മുംബൈ ഭദ്രാസന മെത്രാപ്പോലിത്ത ഗീവർഗീസ് മാർ കൂറിലോസിനോടാണ്. ഈ വിഷയത്തിൽ ദയവായി അങ്ങ് ഇടവകക്കാരുടെ ഇംഗിതത്തിനെതിരായി പ്രവർത്തിക്കരുത്. ഈ വണ്ടി കുലുക്കിയെ അവിടെ അടിച്ചേൽപ്പിക്കരുത്. നാളെ ഇയാൾ അവിടെ കുർബാന നടത്തരുത്. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഭദ്രാസന മെത്രാന് മുകളിൽ അവിടെ തീരുമാനമെടുക്കുവാൻ പ്രാപ്തിയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. നാളെ വണ്ടി കുലുക്കി മലാട് പള്ളിയിൽ കുർബാനയ്ക്ക് കയറരുത്, അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആഭാസന്മാരെ എന്തുകൊണ്ടാവും കുടുംബസമേതം മുംബൈയിൽ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത്? i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.